എൻ്റെ വീട് തിരുവനന്തപുരം വെഞ്ഞാറമൂടിൻ്റെ അടുത്തുള്ള പെരപ്പംകുളം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഞാൻ സമൂഹ മാധ്യമം വഴിയാണ് ആശാകിരണി ഇമിഗ്രേഷൻ സർവീസുമായിട്ട് ബന്ധപ്പെടുന്നത്. അവർ ഞങ്ങൾക്ക് എന്നോട് തന്നിട്ടുള്ള ഉറപ്പ് ഇതായിരുന്നു, സ്ലൊവേനിയയിൽ പോയിട്ട് ജർമ്മൻ അഡാപ്റ്റേഷൻ കോഴ്സ് പഠിക്കാം, ഒപ്പം അവിടെ പാർട്ട് ടൈം ജോലിയും കിട്ടുമെന്നായിരുന്നു. അത് പ്രകാരം ഞാൻ കോൺടാക്ട് ചെയ്തിരുന്നു. 2023 ഞാൻ പ്രോസസ്സിംഗ് തുടങ്ങി. എന്നോട് 2024 പോകാമെന്ന് പറഞ്ഞിരുന്നു. അതവർ വലിച്ചു നീട്ടിയിട്ട് 2025 മാർച്ച് വരെ എത്തിച്ചു. അതിനിടയ്ക്ക് വെച്ചിട്ട് കുറേ കാലയളവിൽ ഞാൻ ഈ കാശൊക്കെ തിരിച്ചു ചോദിച്ചപ്പോൾ അവരെന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു, തരില്ല, ഇനി കാശൊന്നും തിരിച്ചു തരില്ല എന്നുള്ള കാര്യം പറഞ്ഞു. ലാസ്റ്റ് എനിക്ക് ഇങ്ങനെ ഒരു വിസ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അക്സെപ്റ്റ് ചെയ്ത് പോവുകയാണുണ്ടായത്. പക്ഷേ അവിടെ ചെന്ന് ഇറങ്ങിയതിന് ശേഷം അറിഞ്ഞത് ഇവർ തന്നിട്ടുള്ള വിസ വ്യാജമാണെന്നും, അതായത് അത് സെക്കൻഡറി സ്കൂൾ പഠിക്കാനുള്ള കുട്ടികൾക്കുള്ള വിസയാണെന്നും, ഞങ്ങൾക്കെല്ലാം ഏജ് 26 മേളിലേക്ക് ആയതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ സ്റ്റുഡൻറ്റിൻ്റെ യാതൊരു ബെനിഫിറ്റും കിട്ടില്ല എന്ന് പറഞ്ഞു. ഇത് നിങ്ങളോട് അറിയിച്ചിരുന്നില്ല? ഇല്ല, ഒരിക്കലും അറിയിച്ചിരുന്നില്ല. അവരിത് അറിയിച്ചിരുന്നില്ല. നിങ്ങൾ ഈ സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വന്ന് നേരിട്ട് ബന്ധപ്പെടായിരുന്നു? ഇല്ല, ഞാൻ സമൂഹ മാധ്യമം വഴി, ഞാൻ പിന്നെ ഫോൺ വഴിയാണ് ബന്ധപ്പെട്ടത്. സോഷ്യൽ മീഡിയ വഴിയാണ്? അതെ. പരസ്യം കണ്ടിട്ട് തന്നെയാണ്. പരസ്യം കണ്ടിട്ട് വിളിച്ചു. പിന്നെ അത് മനുഷ്യക്കച്ചവടം അവർ നടത്തിയിരുന്നതും, മനുഷ്യക്കച്ചവടം. അതെ, മനുഷ്യക്കടത്തും കച്ചവടം, ഇത് രണ്ടുമാണ് അവർ നടത്തിയിരുന്നത്. അതായത് അടിമക്കച്ചവടം പോലെ അവിടെ കൊണ്ടുപോയി വിൽക്കുന്ന അവിടെ കൊണ്ടുപോയിട്ട് ഞങ്ങളെല്ലാം ഇങ്ങനെയുള്ള, പിന്നെ കുറച്ചധികം സ്റ്റാഫ് ഇവിടെ വേറെ കുറച്ച് ആൾക്കാർ പോയിട്ടുണ്ട്. അവരെല്ലാം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞിട്ട് പോയ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് മേസ്ത്രി പണിക്ക് മറ്റുമൊക്കെ ആക്കി. അവർക്കൊന്നും അറിയത്ത് പോലുമില്ല. അപ്പം പിന്നെ കുറച്ച് പിള്ളേരെ കൊണ്ടുവന്ന് വേറെ കുറച്ച് എന്താ പറയുക, ഹോട്ടലിലാക്കിയിട്ട് അവരെ നിന്ന് 2000 യൂറോ മേടിച്ചു. അപ്പോൾ ആ ഹോട്ടലിൽ തന്നെ അവരോട് പറഞ്ഞു, നിങ്ങളെ ഇവിടെ നിർത്താൻ ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങൾക്ക് ഇത്രയും കാശ് കൊടുത്തിട്ട് നിർത്താൻ പറ്റില്ല. സോ ഇനി അവർ ഇവിടെ നിന്ന് ആൾക്കാരെ കൊണ്ടുപോകാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്, നഴ്സസ് ആയിട്ടുള്ള ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ സ്ലൊവേനിയ കൊണ്ടുപോയിട്ട് ജർമ്മൻ ഭാഷ, സ്ലൊവേനിയൻ പഠിപ്പിക്കും. ജർമ്മനാണ് അവിടെ സംസാരിക്കുന്നത്, ഇംഗ്ലീഷ് സംസാരിക്കും. തെറ്റിദ്ധാരണയാണ്. സ്ലൊവേനിയൻകാർക്ക് സ്ലൊവേനിയൻ ലാംഗ്വേജ് മാത്രമേ അറിയാവൂ. ഇംഗ്ലീഷ് വളരെ വിരളം, ആർക്കും അങ്ങനെ അറിയത്തില്ല, അവർ സംസാരിക്കില്ല. അവരുടെ ഒഫീഷ്യൽ ലാംഗ്വേജ്, അവരുടെ എല്ലാ കാര്യങ്ങളിലും അവർ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഭാഷ മാത്രമാണ്. അവിടെ സ്ലൊവേനിയ അറിഞ്ഞുകൂടെങ്കിൽ അവർ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ ഓഫർ ചെയ്യുന്ന സാലറി 1800 യൂറോ തൊട്ട് 2200 യൂറോ എന്നാണ് പറയുന്നത്. അവിടുത്തെ ഒരു സ്റ്റാഫ് നഴ്സിന് പോലും അങ്ങനെ ഒരു സാലറി കിട്ടുന്നില്ല. പിന്നെ ഇവിടെ നിന്ന് പോകുന്ന നഴ്സുമാർക്ക് അവിടെ നഴ്സുമാരുടെ പണി ചെയ്യാൻ പറ്റില്ല. അവിടുത്തെ ലാംഗ്വേജ് പഠിച്ച് എക്സാമും പാസ്സായതിനു ശേഷം മാത്രമേ അവിടെ നഴ്സായിട്ട് ജോലി ചെയ്യും. അങ്ങനെ നഴ്സായിട്ട് ജോലി ചെയ്യാൻ കയറി കഴിഞ്ഞാൽ തന്നെ 1800 യൂറോയെ അവർക്ക് സാലറി ആയിട്ട് വരുന്നുള്ളൂ. അത് ടാക്സ് കഴിഞ്ഞിട്ട് മാക്സിമം എല്ലാം കൂടി, അതായത് അലവൻസ് അങ്ങനെ എല്ലാം കൂടെ കൂടി ചേർത്തിട്ട് 1600 യൂറോ വരും. ഇവർ ഓഫർ ചെയ്യുന്നത്, ഇവരല്ല, പല ഏജൻസികളും, ഞാൻ അതിൻ്റെ എല്ലാം ക്ലിപ്പുകളുണ്ട്, പല ഏജൻസികളും ഓഫർ ചെയ്യുന്നത് 2500 യൂറോ, അതായത് 2.5 ലക്ഷം തൊട്ട് 3.5 ലക്ഷം രൂപ സാലറിയാണ്. തെറ്റിദ്ധാരണയാണ്, ആരും വഞ്ചിതരായത്. അപ്പോൾ ജർമ്മനി കൊണ്ടുപോകാന്നുള്ള വാചന ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് അവർ ചെയ്യുന്നത്. പിന്നെ അവിടെ പോയിട്ട് അവിടെ സംസാരിക്കുന്ന ഭാഷ ജർമ്മൻ ആണെന്നാണ് പറയുന്നത്. ജർമ്മൻ ഒന്നും അവർക്ക് അറിയത്തില്ല. ഉണ്ട് ജർമ്മൻ സംസാരിക്കുന്ന, അതായത് ജർമ്മനിയിൽ നിന്നോ ഓസ്ട്രേലിയയിൽ നിന്നോ വന്ന ആൾക്കാർ ജർമ്മനോ ഓസ്ട്രേലിയനോ സംസാരിക്കും. അല്ലാണ്ട് ആർക്കും അവിടെ അറിയത്തില്ല. അവർ സ്ലൊവേനിയൻ മാത്രമേ സംസാരിക്കൂ. അതുമല്ല, ആ സ്ലൊവേനിയൻ ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളത് വളരെ ടഫായിട്ടുള്ള ഒരു കാര്യമാണ്. കുറച്ചെങ്കിലും പഠിച്ചെടുക്കാന്നുള്ളത്. അതുകൊണ്ട് ആരും വഞ്ചിതരാകാതിരിക്കുക. ഇനി ആശാകിരണിലേക്ക് കൊണ്ട് കാശ് കൊടുക്കാതിരിക്കുക. കൊടുത്തിട്ടുള്ളവർ തിരിച്ചു മേടിക്കുക. എനിക്ക് ആശാകിരൺ, ഞാൻ ചാലക്കുടി ഓഫീസാണ് ആദ്യമേ വന്നത്. എന്നെ ഇവിടെ ചാലക്കുടി ഓഫീസ് സവിത എന്ന് പറഞ്ഞ അവരാണ് എന്നെ ആദ്യമേ വിളിച്ചത്. അവര് വരികയാണ്. ഞാൻ അവിടെ വന്ന് ചാലക്കുടി ഓഫീസിൽ വന്ന് എന്റെ ഫാദറും ഉണ്ട് ഒക്കെ ആയിട്ട് ഞങ്ങൾ ഒന്ന് സംസാരിച്ച് അവർ ഭയങ്കര കൺവിൻസ് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ പിന്നെ പ്രോസസ്സിങ്ങിന് സവിതയായിട്ട് സംസാരിച്ചപ്പോൾ സവിതയാണ് എന്റെ നമ്പർ ശിവയ്ക്ക് കൊടുത്തത്. അങ്ങനെ ശിവയാണ് പിന്നെ എന്നെ കോൺടാക്ട് ചെയ്തത്. പിന്നെ എന്ത് കാര്യത്തിന് സവിതേനെ വിളിച്ചാൽ സവിതയ്ക്ക് ഭയങ്കര, നമ്മളുടെ കയ്യിൽ കാശ് മേടിച്ചിട്ട് ഇപ്പൊ ഞാൻ അവർക്ക് എന്തോ അവരുടെ കയ്യിൽ കടം മേടിച്ച രീതിയിലാണ് അവരുടെ പെരുമാറ്റം. ഇവിടെ വന്നപ്പോഴാണ് ക്ലാസ് കാര്യങ്ങളെല്ലാം ഒന്നും നടക്കുന്നില്ല, എല്ലാം ഭയങ്കര മോശമായിരുന്നു. അതിനുശേഷം പിന്നെ ഓരോരുത്തർക്കും വിസ പോലും കിട്ടാതായി. അങ്ങനെ എങ്ങനെയെങ്കിലും ഒരു ജോലി കണ്ടുപിടിച്ച് പാർട്ട് ടൈം ജോബ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വിസ തന്നെ ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു വിസയല്ല. ഈ ഞങ്ങളുടെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു ജോലിയല്ല ഞങ്ങളിപ്പോ ചെയ്യുന്നത്. ഞങ്ങൾ ഇവരുടെ എല്ലാ രീതിയിലുള്ള പണിയും ചെയ്യണം. സോ നമുക്ക് ഭയങ്കര ഹാർഡാണിത്. ഞങ്ങൾ ആശാകിരണാണ് പേയ്മെന്റ് തന്നേക്കുന്നത്. ഞങ്ങളോട് പറഞ്ഞ വാക്ക് നിങ്ങൾ പാലിക്കണം. അതിനുശേഷം അവർ ഞങ്ങളുടെ കോളുകളൊന്നും എടുക്കില്ല. ഞങ്ങൾ എല്ലാവരും ബ്ലോക്ക് ചെയ്തു ടോട്ടലി. ഒരു ജോലിക്ക് കയറണമെങ്കിൽ പോലും ബാക്ക് ആണ് വരുന്നത്. നേഴ്സാണ് ഞങ്ങള്, എക്സ്പീരിയൻസ് അങ്ങ് പോവുകയാണ്. ബിനി, സവിത, ഇവരുടെ പേര് ഓരോന്ന് മാറ്റി പറയണയാണ്. ഇവരുടെ വോയിസ് കേട്ടപ്പോ തന്നെ അതന്നെ. ഈ സവിതേനെയാണ് ഞാൻ ആദ്യം കോൺടാക്ട് ചെയ്യുന്നത്. ഈ സവിതേനെ പലവട്ടം വിളിച്ചപ്പോഴും ഈ സവിത തന്നെ പല പേരിലാണ് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്ക് ഒരാളോട് സംസാരിക്കുമ്പോൾ നമുക്ക് ഏകദേശം വോയിസ് മനസ്സിലാവുള്ളൂ. പക്ഷെ ഇവര് അടുത്ത വട്ടം വിളിക്കുമ്പോൾ ഇവർ സവിതയാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, വേറെ ആളാണെന്ന് ഇങ്ങനെ പറഞ്ഞാണ്. ഇപ്പൊ എന്നോടും ഈ പറയുന്ന പോലെ ഇവിടെ പഠനത്തോടൊപ്പം ജോലിയും ചെയ്യാം, കെയർ ഹോമിൽ നമുക്ക് ജോലി ചെയ്യാം, 1 ലക്ഷം രൂപ സാലറി ഉണ്ട്, ഇതൊക്കെ പറഞ്ഞാണ് എന്നോടും പറഞ്ഞത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവര് ഞങ്ങൾക്ക് ഒരു ചെറിയൊരു മീറ്റിംഗ് പോലെ വെച്ചിട്ട് ഇവര് പറയുന്നത്, നിങ്ങൾക്ക് ഇവിടെ ജോലി ചെയ്യാൻ പറ്റിയല്ല, നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. അതുപോലെ ഇവിടെ നിങ്ങളുടെ വിസ തന്നെ വാലിഡിറ്റി ഇല്ലാത്തൊരു വിസയായിരുന്നു.
അതെ വിസ ആയിരുന്നു. ഞങ്ങൾ പലയിടത്തും കാണിച്ചിട്ട് അവര് ഞങ്ങളോട് ചോദിക്കുന്നത് ഇത് നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയെന്നാണ് ചോദിക്കുന്നത്. ഇത് വാലിഡ് അല്ലല്ലോ എന്ന് അവർ പറഞ്ഞു. ഇതിലിരിക്കണവര് എന്താണ് പഠിച്ചിട്ടുള്ളത്? നേഴ്സ് ഫുൾ എല്ലാവരും നേഴ്സുമാരാണോ? എല്ലാ നേഴ്സുമാരാണ്. ഞങ്ങൾ എല്ലാ നേഴ്സുമാരാണ്. ഒരു 2000 റുപ്പി ഇനിഷ്യൽ പേയ്മെന്റ് കൊടുത്ത റെസീപ്റ്റ് അല്ലാണ്ട് വേറെ ഒരു പേയ്മെന്റിന്റെയും റെസീപ്റ്റ് അവർ തരുന്നില്ല നമുക്ക്. അത് മാത്രമേ നമ്മുടെ കയ്യിൽ ഇൻവോയ്സ് ആയിട്ടുള്ളൂ. ഈ ആനി എന്ന് പറയുന്ന ആളെ കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഇല്ല. യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. നമ്മുടെ ഈ ട്യൂഷൻ സെന്റർ പോലത്തെ ഒരു ഇതാണ്. അവിടെയാണെങ്കിൽ ഈ ഇത്രയും കാശിൽ 6500 യൂറോ ഇല്ല, ആകെ 2500 3000 യൂറോ ഒക്കെ അങ്ങാണ്ട പഠിപ്പിക്കണേ. 2000 അങ്ങാണ്ട് അത്രയും കൊണ്ട് സംതിങ് ഉള്ളൂ. ഇവര് എക്സ്ട്രാ കാശ് ആനിമേടെ വിഴുങ്ങിയതാണ്. അപ്പൊ ഇവർക്ക് കൊടുക്കേണ്ട കാശ് 2 കോടിയോളം അങ്ങോട്ട് കൊടുത്തു. അത് ഞാനൊരു ചെറിയ ന്യൂസ് കേട്ടതാണ്. ബാക്കിയൊക്കെ എമൗണ്ട് എവിടെ? എന്റെ കാശ് കൊടുത്ത് ഞാൻ പറഞ്ഞു എന്റെ കാശ് കൊടുക്കണ്ട, ഞാൻ തിരിച്ച് റിട്ടേൺ പോരെയാണ്, എന്റെ കാശ് എനിക്ക് ഇങ്ങോട്ട് തന്നേക്ക് എന്ന് പറഞ്ഞ് ഞങ്ങൾ കുറച്ച് പേരുടെ കാശ് ഞങ്ങൾ ചോദിച്ചതാണ്. അപ്പൊ ഞാൻ നിങ്ങളതെന്ന് ഒരു കാര്യം ചെയ്യും, ഞങ്ങള് ഹോസ്റ്റലിൽ നിന്ന് ലീവ് ചെയ്യാണ്, നിങ്ങൾ നാട്ടിൽ പോവാണെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കാൻ വരെ അവർ പറഞ്ഞതാണ് ഞങ്ങളുടെ അടുത്ത്. ആ മെസ്സേജ് വരെ ഞങ്ങൾ അയച്ചിട്ട് ഞങ്ങൾക്ക് തിരിച്ച് റിപ്ലൈ തന്നത് നിങ്ങൾ നിങ്ങളുടെ തന്നിഷ്ടത്തിന് പോയതല്ലേ എന്ന്. ഒരു ജാതി മറ്റേ പരിപാടിയാണ് എന്ന് വെച്ചാൽ കാശിലൊക്കെ എടുക്കാനുള്ള ഒരു പരിപാടിയാണ്. ഇപ്പൊ ഞങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേര് ഞങ്ങൾ ഒരു 10-13 പേരങ്ങാണ്ട് പോളണ്ടിൽ കയറി. അത് മെയ് 21-ാം തീയതിക്കുള്ളിൽ കയറി TRC കാർഡ് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് 3 പേര് നാട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പോ എല്ലാവർക്കും നമസ്കാരം. ചാലക്കുടി എന്ന് പറഞ്ഞു കേട്ടാൽ അത് ചങ്ങാതിമാരുടെ പട്ടണമാണ്. ചങ്ങാതിമാരുടെ നാടായ ചാലക്കുടി ആരെയും ചതിക്കില്ല എന്നാണ് വെപ്പ്. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഇന്ന് വെഞ്ഞറാമൂടിൽ നിന്നും ഒരു കുടുംബം ചാലക്കുടി പട്ടണത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഈ കുടുംബത്തെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. ഇപ്പോഴല്ല, ഏകദേശം ഒരു വർഷം മുൻപ് വെഞ്ഞറാമൂടിലുള്ള രഞ്ജേഷ് എന്ന് പറയുന്ന ഗൃഹനാഥനും അയാളുടെ സുഹൃത്തുക്കളും സ്ലോവേനിയയിൽ നിന്നും എന്നെ വിളിച്ചിരുന്നു വീഡിയോ കോളിൽ. അവർ പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചാലക്കുടിയിൽ നമ്മുടെ ഇപ്പോഴത്തെ കലാഭവമണി സ്മാരകം പണിയാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഗ്രൗണ്ട് ഉണ്ടല്ലോ, അതിന്റെ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിൽ ആശാ കിരൺ എന്ന് പറയുന്ന ഒരു വിദേശത്തേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന ഒരു സ്ഥാപനം. ആ സ്ഥാപനത്തിൽ പണമടച്ച് വിദേശത്തേക്ക് പോയ, സ്ലോവേനിയയിലേക്ക് പോയ ആളുകൾക്ക് പറ്റിയ വലിയ തട്ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടെ സ്റ്റുഡൻസ് വിസ പാർട്ട് ടൈം ജോലിയോടൊപ്പം എന്ന് പറഞ്ഞ് 6500 യൂറോ അടക്കം ഇവരുടെ ഫീസ് 50,000 രൂപയും വാങ്ങിച്ചുകൊണ്ട്, പിന്നെ പറഞ്ഞല്ലോ നിബന്ധനകൾക്ക് വിധേയം എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ. അങ്ങനെ ഏകദേശം 10-30ഓളം പേര്, അതിലെ ഭൂരിഭാഗവും നഴ്സുമാരാണ്, മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്നവർ, പിന്നെ കുറച്ച് ഡ്രൈവേഴ്സ് ഉണ്ട്. ഇവരെല്ലാവരും സ്ലോവേനിയയിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോഴാണ് ഇവിടെ പറയുന്ന യൂണിവേഴ്സിറ്റിയും മറ്റു സംഗതികളൊന്നും അല്ല, അവിടെ ഇവിടുത്തെ പാരലൽ കോളേജ് പോലെ ഒരു ചാച്ചർക്ക്, അവിടെയാണ് ഇവരുടെ പഠനം. പക്ഷേ ഇവർ പോയ വിസ തന്നെ പെശക് പിടിച്ച വിസയാണെന്നാണ് ഈ രഞ്ജേഷിനോടും രഞ്ജേഷിന്റെ സുഹൃത്തുക്കളോടും ഞാൻ സംസാരിച്ച് പറയാൻ സാധിച്ചത്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സ്റ്റുഡന്റ് വിസയ്ക്ക് ഒരു പ്രായമുണ്ട്, 25 വയസ്സ് താഴെയുള്ളവർക്കൊക്കെയാണ് അവിടെ സ്റ്റുഡന്റ് വിസയിൽ പാർട്ട് ടൈം ജോലി കിട്ടുള്ളൂ. ഇവർക്ക് അത് കഴിഞ്ഞവരാണ്. അത് കഴിഞ്ഞ ആളുകളെയാണ് ജോലി കിട്ടുമെന്ന് പറഞ്ഞ് ഇവിടുന്ന് കൊണ്ടുപോയത്. അവിടെ ഇവർക്ക് ഒരു ഏജന്റ് ഉണ്ട്. ഇവർക്ക് മാത്രമല്ല, മറ്റു പലർക്കും ഇതുപോലെ പരിപാടി ചെയ്യുന്ന ആള്. അയാൾ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നിങ്ങളുടെ പൈസ ഇവിടെ അടച്ചിട്ടില്ല, മനസ്സിലായിണ്ട, യൂണിവേഴ്സിറ്റിക്ക് നിങ്ങളുടെ പൈസ അടച്ചിട്ടില്ല എന്ന്. ഇവരിവിടെ വിളിച്ച് നോക്കുമ്പോൾ പൈസ അടച്ചിട്ടുണ്ട്. എന്നാൽ അതിന് റെസിറ്റ് തരുമെന്ന് നോക്കുമ്പോൾ റെസിറ്റ് ഇല്ല. നിസ്സാര കാശല്ലോ, 6500 യൂറോ എന്ന് പറഞ്ഞാൽ എത്ര കാശ് ഉണ്ടാവും? അങ്ങനെ ഒരുപാട് പേര് തട്ടിപ്പിനേറി. അവസാനം ഇതിൽ കുറെ പേര് പോളണ്ടിലേക്ക് പോയി. അവിടെ ഇപ്പോൾ വെയർ ഹൗസിലും അതുപോലെ തന്നെ കെയർ ഹോമിലൊക്കെ ജോലി ചെയ്യണേ, മനസ്സിലായിണ്ട. പലരും ടോയ്ലറ്റ് കഴിയും. ഇതൊക്കെ ചെയ്താണ് ഇപ്പോൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണേ. അങ്ങനെ ഈ രഞ്ജീഷ് എന്ന് പറയുന്ന ഈ പയ്യൻ, വെഞ്ഞറാമൂടുള്ള പയ്യൻ, വെഞ്ഞറാമൂട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. വെഞ്ഞറാമൂട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ചാലക്കുടിയിലെ ഈ ആശാ കിരൺ എന്ന് പറയുന്ന നിരാശാ സ്ഥാപനം, അവിടെ നിന്ന് ഒരാളെ വിളിപ്പിച്ചു. പക്ഷെ അപ്പോഴും ഇതിന്റെ യഥാർത്ഥ ഉടമ വന്നിട്ടില്ല. അപ്പൊ അവിടെ പോലീസ് സ്റ്റേഷനിൽ വന്നു. അവിടെ ചോദിച്ചു, നിങ്ങൾ ആരാണ് ഇതിന്റെ സംഭവം? അപ്പോൾ ഈ പറഞ്ഞ ഇവിടുന്ന് പോയ ആൾ പറഞ്ഞു, ഞാൻ ഇവിടുത്തെ ഒരു മാനേജർ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഉടമസ്ഥൻ അവിടെ പോയി, അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ നല്ലതായതുകൊണ്ട് കൃത്യമായിട്ട് വിഷയത്തിൽ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കുന്നു പറഞ്ഞു വിട്ടു, അല്ലെങ്കിൽ കേസ് എടുക്കുന്നു പറഞ്ഞു. അതിനുശേഷം പോയിട്ട് ഒരു പരിപാടിയില്ല. ഇന്ന് രഞ്ജീഷും കുടുംബവും അയാളുടെ കുട്ടിയും ഞങ്ങൾ എന്തും ചെയ്യാൻ പോവാണ്. ഞങ്ങൾക്ക് 10-15 ലക്ഷം രൂപ കടം വന്നിരിക്കുന്നു. ആദ്യത്തെ 3-4 മാസങ്ങൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊടുത്തുവിട്ട ശമ്പളത്തിലാണ്, വീട്ടിൽ നിന്ന് കൊടുത്തുവിട്ട പൈസയിലാണ് നിന്നത്. പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇപ്പോൾ ലീവിന് വന്നിരിക്കുകയാണ്. എന്ത് വലിയ തട്ടിപ്പാണ് നമ്മുടെ ചങ്ങാതിമാരുടെ നാടായിട്ടുള്ള ചാലക്കുടി പട്ടണത്തിൽ ഇതുപോലെ ആശാ കിരൺ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലൂടെ നടന്നിട്ടുള്ളത്. 10-30 പേര് ഞാൻ അവരെ വീഡിയോ കോൺഫറൻസിലിട്ട് വിളിച്ചു. ഓരോരുത്തർക്കും വളരെ ദയനീയമായ സ്ഥിതിയാണ്. അതിൽ ക്യാൻസർ പേഷ്യന്റ് അടക്കമുണ്ടെന്ന്. ക്യാൻസർ പേഷ്യന്റ് അടക്കമുള്ളവർ അവരെ വരെ ഇതുപോലെ മാനസിക സമ്മർദ്ദം തള്ളിവിട്ടുകൊണ്ടാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ഇതിന്റെ ഉടമ എന്ന് പറയുന്നത് ഒരു ആനിയാണ്. എവിടെയാണ് ആനി വരട്ടെ, എന്നിട്ട് ഇവരോട് വിശേഷങ്ങൾ പറയൂ. എന്തായിരുന്നാലും വെഞ്ഞറാമൂടിൽ നിന്ന് വന്നിട്ടുള്ളവർ, ചാലക്കുടിയിൽ നമ്മൾ കുറച്ചെങ്കിലും ചങ്ങാതിമാരാണല്ലോ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ. എന്തായിരുന്നാലും വെഞ്ഞറാമൂടിൽ നിന്നും വന്നിട്ടുള്ളവർക്കൊപ്പം ചാലക്കുടിക്കാരുണ്ട്. ഇപ്പോൾ ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ അവർ വിളിപ്പിച്ചിട്ടുണ്ട് വിഷയങ്ങൾ പറയാനായിട്ട്. ഒരു 10-30 പേരേന്ന് ഇതുപോലെ 6 ലക്ഷം രൂപ വെച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ എത്ര കാശ് വരും? ഇത് കഴിഞ്ഞ് ഇവരോട് സംസാരിക്കുമ്പോൾ പറയുന്നത് ഇവർക്ക് അവിടെയുള്ള ഒരു ഏജന്റുമായിട്ട് എന്തോ പൈസ സംബന്ധമായ പ്രശ്നം വന്നുകൊണ്ടാണ് ഇത് വന്നിട്ടുള്ളതെന്നാണ്. മൊത്തം ആകെ ഉടായ്പ പരിപാടി. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോഴും ഞാൻ ഗവൺമെന്റ് സംവിധാനം, ഇപ്പോൾ മന്ത്രിസഭ മാറി പുതിയ മന്ത്രിസഭ വന്നിരിക്കുന്നു. ഇതുപോലെ തട്ടിപ്പിനറിയാവുന്ന ഈ സ്ഥാപനങ്ങൾക്ക് ഒരു കടിഞ്ഞാൻ വേണ്ടതല്ലേ? കേരള ഗവൺമെന്റിന് ഇതിലൊരു കടിഞ്ഞാൻ ഇടാനായിട്ട് സാധിക്കില്ല എന്ന് ചോദിക്കുന്നത്.
ഇങ്ങനെ ഓരോ സ്ഥാപനങ്ങൾ പൊട്ടിമുളച്ച് ഈ പാവങ്ങളെ ആകർഷിക്കാനായിട്ട് കുറെ സംഭവങ്ങളും പറഞ്ഞിട്ട് അതിൽ പോയി ഇതുപോലെ പൈസയും കൊടുത്ത് തട്ടിപ്പിന് ഇരയാകുന്ന എത്രയോ പേര്. തീർച്ചയായിട്ടും നമ്മുടെ ഗവൺമെന്റിന്റെ വിഷയത്തിൽ ഇടപെടാൻ പാടില്ല. ഇത്തരം സ്ഥാപനങ്ങൾക്ക് ഗവൺമെന്റ് ആയിട്ട് ഒരു ബന്ധം വേണ്ടേ? ഈ ഗവൺമെന്റ് മോണിറ്ററൈസേഷൻ ചെയ്യേണ്ടേ ഈ പറയുന്ന സ്ഥാപനങ്ങളെ, ഇതുപോലത്തെ ഉള്ള സംഭവങ്ങളെ? ഇനി എന്താണ് ഇപ്പൊ ചെയ്യാൻ പോണത്? അവരിപ്പോ ആ സ്ഥാപനം അടച്ചു കൂട്ടി പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആരാണ് ആനി ഡൽഹിയിലാന്ന് പറയണത്? എന്നെ ഈ വീഡിയോ കോൺഫറൻസ് കണ്ട് പലരും ഇതുപോലെ ഇവരുടെ ആൾക്കാർ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഒന്നും രണ്ടും സംഭവമല്ല, വലിയ തട്ടിപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പാർട്ട് ടൈം ജോലി ഉണ്ടെന്ന് കോപ്പുണ്ടെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുപോയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നട്ടം തിരിയ. അവിടെ അഗതികളുടെ മാതിരി, നിങ്ങൾ നോക്കി, ഇവിടെയൊക്കെ നല്ല കുടുംബത്തിൽ നിന്ന് ജനിച്ച ആൾക്കാര് അവിടെ അഗതികളുടെ മാതിരി ഓരോ പള്ളിയുടെ മുന്നിൽ ചെന്ന് അവിടെ പാവപ്പെട്ടവർ കൊടുക്കുന്ന ബ്രെഡും സാധനമൊക്കെ തിന്നിട്ടാണ് മാസങ്ങളോളം ജീവിച്ചതെന്ന് പറയുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് പോകുന്ന, അതായത് യൂറോപ്യൻ കൺട്രീസിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇപ്പൊ രക്ഷപ്പെടാമെന്ന് വിചാരിച്ച് മോഹന വാഗ്ദാനങ്ങളിൽ മുഴങ്ങി, മനസ്സിലായിട്ടുണ്ടോ? ഇങ്ങനെ പോകുന്നവരുടെ അവസ്ഥയാണ് കാണുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ സ്ഥാപനം ഇപ്പോഴും വീണ്ടും കുറെ ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പരസ്യങ്ങൾ ഇട്ടിട്ടുണ്ട്. ശ്രദ്ധിക്കണം. ഈ സ്ഥാപനത്തിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതി കൊടുത്തിട്ടുള്ള ആളുകൾ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് ഞാനുണ്ടാക്കിയ സംഭവമല്ല, പരാതി കൊടുത്തിട്ടുള്ളവർ പറയുന്ന സംഭവമാണ്. അവരവിടെ പോയിട്ടുണ്ടായ സംഭവമാണ് പറയുന്നത്. ഇതിൽ സംവിധാനങ്ങൾ ഇടപെടണം. അതുപോലെ തന്നെ ഗവൺമെന്റ് തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഇതുപോലത്തെ സ്ഥാപനങ്ങളുടെ ഒരു കടിഞ്ഞാൻ വേണം, ഒരു കടിഞ്ഞാൻ ഇടണം. അല്ലെങ്കിൽ എത്ര പേരാണ് നമ്മുടെ ഈ ചാലക്കുടി നിയമമണ്ഡലത്തിൽ ഇതുപോലെ തട്ടിപ്പിനിരയായിട്ടുള്ളത്? അപ്പൊ നമുക്ക് എന്താണ് ഈ ഇരയാക്കപ്പെട്ടവർക്ക് പറയാനുള്ളത് എന്നുള്ളത് കേൾക്കാം. നിങ്ങൾ എത്ര കാശ് അടച്ചു? ഞങ്ങള് മൊത്തം 6 ലക്ഷം രൂപയോളം ഇവർക്ക് കൊടുത്തായിരുന്നു. 6 ലക്ഷം? അതെ. അതല്ലാതെ പല എമൗണ്ടുകളായിട്ട് പല പേപ്പറുകൾക്ക് നമ്മൾ സൈൻ ചെയ്യാനോ അതിനൊക്കെ വേണ്ടി വേറെ അല്ലാതെ എക്സ്ട്രാ പൈസ അവർക്ക് തന്നെ അവരുടെ ഇതിന് വേണ്ടിട്ട് തന്നെ കൊടുത്ത 6 ലക്ഷം രൂപ നമ്മൾ കൊടുത്തിട്ടുണ്ട്. വൈഫ് GNM ആയിരുന്നു, GNM സ്റ്റാഫ് ആയിരുന്നു. എവിടെ വർക്ക് ചെയ്യണേ? ഇപ്പൊ ജസ്റ്റ് അവിടുന്ന് വന്നതേ ഉള്ളൂ. അവിടുന്ന് വന്നിട്ട് ഇപ്പം ഈ മാസം 1-ാം തീയതി ഇവിടെ എത്തിയത്. ഈ ആനി എന്ന് പറയുന്ന പുള്ളിക്കാരിയായിട്ട് പിന്നെ സംസാരിച്ചിരുന്ന? ഞങ്ങൾ ഇതെല്ലാം സംസാരിച്ച ആനി ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് പാർട്ട് ടൈം ജോബ് കിട്ടും, പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവും. അത് കഴിഞ്ഞ് വൈഫ് അവിടെ നിന്ന് അതിന്റെ 3 മാസത്തോളം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് അവർക്ക് ജോലിയില്ല. അവിടെ സ്ലൊവേനിയയിൽ ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. സ്ലൊവേനിയയിൽ ജോലി കിട്ടാൻ ബുദ്ധിമുട്ടായിട്ട് പിന്നെ അവർ പോളണ്ടിലേക്ക് പോയി, അവർ ഇതിൽ പോയി. അതിന് മുമ്പ് അവരുടെ മാർക്കോ എന്ന് പറയുന്ന പുള്ളിക്കാരൻ പറഞ്ഞു, നിങ്ങളുടെ പൈസയൊന്നും ആനിയൊന്നും അവിടെ അടച്ചിട്ടില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് മെസ്സേജ് വന്നില്ല, നിങ്ങളുടെ പൈസ അടച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടൊക്കെ അവര് മെസ്സേജ് വിട്ടു. അതിന് എന്തുമാത്രം സക്സസ് ആണെന്നൊന്നും നമുക്ക് അറിയത്തില്ല. പക്ഷെ നമ്മുടെ ഒത്തിരി പൈസ അവര് നമ്മളെ ഇതാക്കി കളഞ്ഞു. എത്ര രൂപ നിങ്ങളുടെ മേടിച്ചു? ഞങ്ങളുടെ 6500, പിന്നെ ടിക്കറ്റ് വേറെ, പിന്നെ അവിടുത്തെ ഹോസ്റ്റൽ ഫീസ് 1500 യൂറോ. പിന്നെ അവിടെ 2 മാസത്തേക്കുള്ള എക്സ്ട്രാ പേയ്മെന്റ് മേടിച്ചാൽ 2 മാസത്തേക്ക് 500 യൂറോ. ഫീസ് തന്നെ 6500 യൂറോ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് 2 മാസത്തെ അക്കോമഡേഷന്റെ പൈസ എക്സ്ട്രാ മേടിച്ചായിരുന്നു. അത് 500 യൂറോ. നിങ്ങളോട് ശരിക്കും ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ, അവിടേക്ക് പോകാനുള്ള കാര്യങ്ങൾ സംസാരിച്ചിരുന്ന ആളുടെ പേരെന്താ? സവിതാന്നോ മിനിന്ന് അങ്ങനെയാണോ അവര് പറഞ്ഞ പേര്? സവിത അത് ചാലക്കുടിയിലാണ്. ഞങ്ങളുടെ കോട്ടയത്തെ വേറെ പെണ്ണ. അത് ശരി. എന്താണ് ഇവിടുന്ന് നിങ്ങളെ കൊണ്ടുപോകുമ്പോ പറഞ്ഞിരുന്നത്? അവരെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് അവിടെ പാർട്ട് ടൈം ജോലി, 1 മാസത്തിനുള്ളിൽ പാർട്ട് ടൈം ജോലി കിട്ടും, വേറെ ജോബ് പൈസ നട്ടിട്ട് ചോദിക്കേണ്ട കാര്യമില്ല, പാർട്ട് ടൈം ജോബ് ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞാൽ കൊണ്ടുപോയത്. അതിന്റെ കെയർ ഹോമിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജോബ് മേടിച്ചു തരാം, അതിന്റെ കൂടെ സ്റ്റഡി ചെയ്യുകയും ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ സ്റ്റഡി ചെയ്യുകയും ചെയ്യാന്ന് പറഞ്ഞാൽ കൊണ്ടുപോയത്. അവിടെ ചെന്നപ്പോ ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ഞങ്ങളുടെ കയ്യിന്നപ്പം പൈസ ഒരു 2 മാസമൊക്കെ ഞങ്ങൾ എക്സ്ട്രാ പൈ പിടിച്ചു. അതെല്ലാം തീർന്നപ്പോൾ ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കയറി പോരാഞ്ഞോട്ട് വേറെ രാജ്യത്തോട്ട് കയറി മൂവ് ചെയ്തത്. എന്റെ വീട് മേലൂര്, പൂവക്കാട്ടൂന്ന്. എന്റെ നെയ്ച്ചേരിയാണ് എന്റെ വീട്ടിൽ പേര്. എന്റെ മകള് ഗോപുരത്തില് കെട്ടിത്തരണം. അവള് ഇവിടെ വന്ന് പൈസ കൊടുത്ത് സ്ലൊവാനിയ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് സാഹിബിന്റെ ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് പഠിച്ചിട്ട് അവിടുത്തെ ഭാഷ പഠിച്ചു കഴിഞ്ഞിട്ട് അവിടെ അപ്പുറത്തേക്ക് കയറാം, ജർമ്മനിലേക്ക് കയറാൻ പറഞ്ഞിട്ടാണ് പോയിരുന്നത്. ഇവിടുന്ന് 6500 യൂറോ മേടിച്ചിട്ടുണ്ട്. 6500 യൂറോ ഇവര് മേടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അന്നത്തെ ഒറ്റ ട്രിപ്പല്ല, 2 ട്രിപ്പായിട്ടാണ് കാശ് കൊടുത്താണ്. ആദ്യത്തെ ട്രിപ്പും 2ാമത്തെ ട്രിപ്പായിട്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് ഈ പറഞ്ഞ ഡേറ്റിന് പോയി. മാർച്ച് 23 കഴിഞ്ഞ ഈ കൊല്ലമല്ല, കഴിഞ്ഞ കൊല്ലം 23-നാണ് അവർ പോയത്. 23 അങ്ങനെ പോയി. അവിടെ ചെന്ന് 2 മാസം കഴിഞ്ഞപ്പോഴേക്കും സായിപ്പ് ഇവരെ തഴഞ്ഞു തുടങ്ങി. കാശ് ഞങ്ങൾക്ക് കിട്ടിയില്ല. പിന്നെ ഇവരാണെങ്കിൽ ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ ഒന്നുമില്ല. ബ്രെഡും ഈ പള്ളിയിൽ നിന്ന് കിട്ടുന്ന ബ്രെഡും ഇതൊക്കെ കഴിഞ്ഞ് ആണ് ജീവിച്ചിരുന്നത്. അതിന് വീട്ടിലുള്ള ഒറ്റപ്പാടുണ്ടാക്കി കഴിഞ്ഞപ്പോൾ സായിപ്പ് പറഞ്ഞു, സാഹിബ് എന്ന് പറഞ്ഞ ഇവരുടെ അവിടുത്തെ മാർക്കോ എന്ന് പറഞ്ഞിട്ട് മാർക്കോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആള് കോളേജിൽ പൊടിയെന്നാ പറഞ്ഞ ഒടിയിൽ വന്നപ്പോ വീട്ടിൽ കൊടുത്ത കാശുമില്ല. അവിടെ ഈ ഇതായിട്ട് റെന്റിന് റൂമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ കാശൊന്നും കിട്ടിയൊന്നുമില്ല. 2 മാസം വീട്ടിൽ ഇപ്പൊ
വേറെ ചേച്ചിമാരുടെ ഇതിൽ ഇപ്പോൾ പോളണ്ടിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഞാൻ അവിടെ ചെന്നതിന് ശേഷം ഞങ്ങൾ അവിടെ ക്ലാസ് റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂട്ട് അപ്പോഴാണ് ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് ഇവിടെ ജോലിയൊന്നും കിട്ടില്ല, നിങ്ങളിവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് വന്നേക്കുന്നത്. അപ്പം ഞങ്ങൾ പറഞ്ഞ ഒരു യൂറോപ്യൻ യൂണിയനിൽ എത്തിപ്പെട്ട സ്റ്റുഡൻറ്റ് വിസ എന്ന് പറഞ്ഞാൽ അവർക്ക് വർക്ക് ചെയ്യാനുള്ള പെർമിറ്റ് കൂടിയുണ്ട്. ഇല്ല, നിങ്ങൾ അങ്ങനത്തെ വിസയല്ല, നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ കയറി പൊക്കോളൂ എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. ഇതിന്റെ ഓണറല്ല MD ആയിട്ടുള്ള മാർക്കോ എന്ന് പറഞ്ഞ പേരില്ല. മാർക്കോയും ഈ അശകിരന്റെ MD ആയിട്ടുള്ള ആനി ജോസഫും തമ്മിൽ എല്ലാ കാര്യങ്ങളിലും വ്യക്തമായ ഡീലുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് അവിടെ വെച്ച് മനസ്സിലായതാണ്. ഇവർ തമ്മിലുള്ള എന്തോ കാശ് തർക്കത്തിലാണ് ഞങ്ങളൊരു 30 പേരുടെ ജീവിതം ഈ വഴിക്കായത്. ഞങ്ങൾ അവിടെ എത്തിയതിനു ശേഷം ഞങ്ങൾക്ക് അവിടെ ഒരു മാസം ജീവിക്കാൻ ചിലവ് 250 യൂറോ, അതായത് നാട്ടിലെ ഏകദേശം ഒരു 25,000 രൂപയോളമാണ് ഒരു മാസത്തെ വാടകനത്തിൽ വരുന്നത്. പിന്നെ എങ്ങനെ പട്ടിണി കിടന്നു കഴിഞ്ഞാൽ ഒരു 100 യൂറോ 150 യൂറോ ഞങ്ങൾക്ക് ചിലവിന് വേണ്ടിയിട്ട് മാത്രം അവിടെ വേണമായിരുന്നു. അതായത് ഒരു 40,000 രൂപയോളം ഞങ്ങൾക്ക് ചിലവിന് വേണമായിരുന്നു. പക്ഷെ ഞങ്ങൾ നാട്ടിൽ നിന്ന് അത് അങ്ങോട്ട് എത്തിച്ചിട്ട് 1 മാസം 2 മാസം ഞങ്ങൾ പിടിച്ചു നിന്നു. പക്ഷേ 3ാമത്തെ മാസമായപ്പോൾ ഞങ്ങളെല്ലാം പട്ടിണിയില്ല. ഞങ്ങളെന്ന് പറയുന്നത് ഒരുപാട് ഞങ്ങൾ ഈ കാലയളവിൽ പോലും പട്ടിണിയിലാണായിരുന്നു. അവിടെ പള്ളികളിലൊക്കെ ആൾക്കാർ കൊണ്ടുവന്ന ബ്രെഡും കാര്യങ്ങളൊക്കെ ഭക്ഷിച്ചിട്ടാണ് ഞങ്ങൾ പോയിട്ടുള്ള പലരും അവിടെ ജീവിച്ചിട്ടുണ്ട്. എത്ര പേര്, താങ്കൾ ഉൾപ്പെടെ എത്ര പേര്? 31 പേര് നഴ്സുമാരും. അത് ഈ സ്ഥാപനമായിട്ട് ഈ സ്ഥാപനത്തിൽ കൂടെ ഈ സ്ഥാപനത്തിന്റെ വേറൊരു ബ്രാഞ്ച് അവർ തന്നെ അവകാശപ്പെടുന്നത് എനിക്കറിയില്ലായിരുന്നു. അവർ തന്നെ എനിക്കൊരു മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മെയിലിൽ പറഞ്ഞില്ല ഗൈഡിംഗ് സ്റ്റാർ എന്നാണ് ആ സ്ഥാപനത്തിന്റെ പേര്. ഈ 2 സ്ഥാപനം ഒരുമിച്ചാണ് ഈ സ്ഥാപനത്തിലൂടെ വന്നയാൾ. ഞാൻ വന്നത് അശകിരൻ ചാലക്കുടിയിലാണ്. എന്നെ കോൺടാക്ട് ചെയ്തിരുന്നത്, എന്നോട് പറഞ്ഞിരുന്നത് സവിത എന്ന പേരുള്ള ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയാണ് എന്നെ കൺവിൻസ് ചെയ്തതും. ആ വ്യക്തി സംസാരിച്ചുള്ള ഒരുപാട് കോൾ റെക്കോർഡ്സ് എല്ലാം എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പട്ടിണിയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഈ പട്ടിണി സഹിക്കാൻ പറ്റാതിട്ട് അവിടെ തന്നെയുള്ള മലയാളികൾസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ ഈ വിസ കച്ചവടം കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അവർ കുറച്ചധികം പെൺകുട്ടികൾ, അതായത് കാരണം അവരുടെ എല്ലാം അവസ്ഥ അതായിരുന്നു, അവരാരും കുറ്റം പറയാൻ പറ്റില്ല. അവരെല്ലാം കൺവിൻസ് ചെയ്തിട്ട് അവർ കുറച്ച് കാശ് വീണ്ടും നാട്ടിൽ നിന്ന് ഒപ്പിച്ച് ഒരു 1000 യൂറോ കൊടുത്തിട്ട് അവരെല്ലാം പോളണ്ടിലേക്ക് ഇല്ലീഗലായിട്ട് കൊണ്ടുപോയി. അവരിപ്പോഴും അവിടെ ഇല്ലീഗലാണ്. ഇല്ലീഗൽ മീൻസ് അവർക്ക് അവിടെ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ തിരിച്ച് പോകാൻ വേണ്ടിയിട്ടുള്ള പെർമിഷനില്ല. കാരണം അവർക്ക് പ്രോപ്പർ വിസ ആയിട്ടില്ല. സോ അവരെല്ലാം അവിടെയാണ്. കാരണം അതുകൊണ്ട് അവരെല്ലാവരും അവിടെ, കാരണം അവർക്ക് വേറെ നിവർത്തിയില്ലായിരുന്നു. അവർ ഇപ്പം നിൽക്കുന്നത് വെയർ ഹൗസിലും അങ്ങനെയൊക്കെ ഉള്ളതാണ്. ഇവിടെ നല്ല നഴ്സുമാരായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനവിടെ ഈ പട്ടിണിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ അവിടെ പോയിട്ട് ഒരു നഴ്സിംഗ് ഹോമിൽ അറിയാവുന്നൊരു ജോലി ആയതുകൊണ്ട് തന്നെ നഴ്സിംഗ് ഹോമിൽ ചെന്ന് എന്തെങ്കിലും ജോലി തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ 2 മാസം അവിടെ ട്രെയിനി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ആ കാലയളവിൽ ഭക്ഷണം മാത്രം കിട്ടുമായിരുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ടുണ്ട്, ഞങ്ങൾ അവിടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് മാത്രം 2 മാസം നിന്നു. നാട്ടുകാരുടെ സഹായത്തോടുകൂടി കുറച്ച് നാൾ കൂടി അവരെല്ലാം സഹായിച്ചും അവർ റേഷനൊക്കെ മേടിച്ച് തന്നു. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ ജീവിച്ചത്. അതിനുശേഷം അവിടെ ഉള്ളവർ ഹെൽപ്പ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ജോലി കിട്ടിയിട്ട് സ്ലൊവേനിയയിൽ തന്നെ ഉള്ള ആൾക്കാർ അവർ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. 6500 യൂറോ മേടിച്ചിട്ടുണ്ട്. ഫീസ് ഇനത്തിൽ 50,000 രൂപ ഇവരുടെ ഫീസായിട്ട് മേടിച്ചിട്ടുണ്ട്. പിന്നെ 200 യൂറോ അവരുടെ അഡ്മിഷൻ ഫീസ് എന്ന് പറഞ്ഞ് മേടിച്ചിട്ടുണ്ട്. പിന്നെ ടിക്കറ്റ് എടുത്തത് അവരാണ്. അന്ന് 40,000 രൂപ ടിക്കറ്റ് ഉണ്ടായിരുന്നുള്ളൂ. 55,000 രൂപയ്ക്ക് ടിക്കറ്റ് അവരടിപ്പിച്ചു. അതും ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് കൊച്ചിയിൽ വന്ന് കയറേണ്ടി വന്നു. എനിക്ക് ട്രിവാൻഡ്രത്ത് നിന്ന് അവിടെ പോകാൻ വേണ്ടിയിട്ട് എനിക്ക് ആകെ 45,000 രൂപ ആവുന്നുണ്ടായിരുന്നുള്ളൂ. സോ ഇത്രയും കാര്യങ്ങളെല്ലാം അവർ ചെയ്തതിന് ശേഷം അവരിങ്ങനെ പറ്റിക്കപ്പെടുകയാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞങ്ങൾക്ക് പെട്ടെന്നൊരു ഇടുത്തി പോലെ ഞങ്ങളെ ക്ലാസ് തുടങ്ങി. ക്ലാസ് അവിടെ ഉണ്ടായിരുന്നു. അതൊരു ചെറിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. ആ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ഒരു കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. അത് ഒരു 15 യൂറോ 20 യൂറോ 50 യൂറോ അങ്ങനെ ഓരോ കാറ്റഗറിയിലായിരുന്നു ഓരോ മാസത്തേക്ക് വേണ്ടി. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ 6500 യൂറോ മേടിച്ചത്. ആ ഒരു കുഞ്ഞ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവർ പറഞ്ഞിരുന്നത് ജർമ്മൻ അഡാപ്റ്റേഷൻ എന്നാണ്. പക്ഷേ ജർമ്മൻ അഡാപ്റ്റേഷൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള യാതൊരു അഫിലിയേഷനോ ഒന്നും ആ കോളേജിനില്ലായിരുന്നു. ആ കോളേജ് കൂട്ടിപ്പോയി. ഇതിന് മുന്നേ പോയ ആൾക്കാർ, കോളേജല്ല അതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ഇവർ കോളേജ് എന്നാണ് പറഞ്ഞിരുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് മാരിബോറിൻ്റെ അണ്ടറിലെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു സ്ഥാപനമേ ഇല്ല. സ്ലൊവേനിയൻ ഗവൺമെൻറ് ആ സ്ഥാപനം ഇതേപോലെ പറ്റിപ്പോയതുകൊണ്ടും ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ നിലനിന്നുകൊണ്ടും അത് കൂട്ടിപ്പോയിരുന്നു. ആ സമയത്താണ് ഞാൻ പ്രൂഫ് ചോദിച്ചത്. ഇവരോട് ഇപ്പോഴും ഞാൻ ആ പ്രൂഫ് എന്നെ ചോദിച്ചിരുന്നു. 1 വർഷം കൊണ്ട് ഞാൻ അവിടെ നിന്നിട്ട് ഞാൻ അവരോട് ആ പ്രൂഫ് ഒന്ന് തരുമോ എന്ന് ചോദിച്ചു. പക്ഷേ എൻ്റെ പേരിൽ 1 രൂപ പോലും അടച്ചിട്ടില്ല എന്ന് കോളേജ് എനിക്ക് വ്യക്തമായിട്ടുള്ള മെയിലും തന്നിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ഇവരോട് ചോദിക്കുമ്പോൾ ഇവർ അവിടുത്തെ കോളേജ് ഇപ്പോഴും ഇവർ പൈസ അടച്ചിട്ടുണ്ടെന്ന് ഇവർ പറയുന്നു. പക്ഷേ എനിക്കൊരു പ്രൂഫും കിട്ടിയിട്ടില്ല. ഇവർ പൈസ അടച്ചിട്ടില്ല. ആക്ച്വലി ഇവർ തമ്മിലുള്ള ബിസിനസ് ഡീലാണ്. ആ ബിസിനസ് ഡീലിൻ്റെ ഇടയിൽ വഞ്ചിക്കപ്പെട്ടത് ഏകദേശം 70ഓളം പേരാണ്. ഞങ്ങൾ 30 നഴ്സുമാരും പിന്നെ ഒരു 35 ഡ്രൈവേഴ്സ് ഉണ്ട്. അവർക്ക് കുറച്ച് പേർക്കൊക്കെ ജോലി കിട്ടി. ഞാൻ അവരെ കയ്യിലോട്ട് പോകണം. പക്ഷേ 31 നഴ്സുമാർ അവിടെ വന്നതിൽ 31 പേരും ചതിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ വെഞ്ഞാറമൂട് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്നൊരു സ്റ്റാഫിനെ വെഞ്ഞാറമൂട് സ്റ്റേഷനിൽ നിന്ന് CA ഒരുപാട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി പറഞ്ഞത് പ്രകാരം ഇവിടെ നിന്നൊരു സ്റ്റാഫ് ഒന്ന് അവിടെ സംസാരിച്ചതെന്ന് വ്യക്തമായിരുന്നു. അവരുടെ കയ്യിൽ അങ്ങനെ ഒരു പ്രൂഫ് ഇല്ല, ഇതുവരെയ്ക്കും ഇല്ല. ഇനി അവരും കോളേജ് എന്ന് പറയുന്ന ആളുമായിട്ട് സംസാരിക്കുന്നെങ്കിൽ ചിലപ്പോൾ പ്രൂഫ് ഇനി വരുമായിരിക്കും. പക്ഷേ 1 വർഷമായിട്ട് എനിക്ക് തന്നിട്ടില്ല. അത് പലതവണയായിട്ട് ചോദിച്ചു. അവിടെ നിന്ന് എന്തെങ്കിലും ഒരു കേസ് കൊടുക്കാൻ അല്ലെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും മൂവ്മെന്റിന് വേണ്ടിയാണ് ചോദിച്ചത്. അപ്പോഴും പുള്ളി എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പൈസ അടച്ചിട്ടില്ലോ, ഏജൻസിയോട് പോയി ചോദിച്ചു എന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ ഇവിടുന്ന് പോയില്ല. കാരണം എനിക്കിപ്പോൾ ഒരു 15 ലക്ഷത്തോളം രൂപ കടമായി. എൻ്റെ അച്ഛൻ ഒരു കൃഷിക്കാരനാണ്. ഞാനും അങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ച് വന്നതാണ്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ചധികം സമ്പാദ്യം പിന്നെ വൈഫിൻ്റെ താലിമാല പണയം വെച്ചിട്ടാണ്. ഇപ്പോൾ ഏകദേശം എല്ലാ കാര്യങ്ങളും ഞാൻ വിറ്റു.
ഇനി എൻ്റെ കയ്യിൽ ഒന്നുമില്ല. കാരണം എനിക്ക് ഇപ്പം നിങ്ങൾക്ക് തോന്നുന്ന ഒരു സംശയം എനിക്ക് അവിടെ നിന്ന് തിരിച്ചു വന്ന് ഇവിടെ ജോലി ചെയ്തുകൂടാ പറയും. ഈ കടം വീട്ടാൻ പറ്റില്ല. അവിടെ നിൽക്കുന്നതുകൊണ്ടും ഇപ്പം ഞാൻ അവിടെ ചെയ്യുന്നത് സ്വീപ്പർ അല്ലെങ്കിൽ ക്ലീനിങ് ജോബാണ് ചെയ്യുന്നത്.